മകൻ ചാണ്ടിയുടെയും മനസമ്മതത്തിനാണ്. പൂവത്തിങ്കൽ കറിയാച്ചൻ മകൻ ചാണ്ടിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കൊച്ചിനെ കിട്ടിയതേ നമ്മുടെ മോന്റെ ഭാഗ്യ. ഇവൻ ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനെ. നമ്മുടെ ചാണ്ടിക്കുഞ്ഞെ തങ്കക്കുടമാ, തങ്കക്കുടം. ചക്കാലക്കൽ ആൻഡോ മകൾ അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ഓ വിട്ടില്ല ഞാൻ. ഡോണ്ട് കൺട്രോൾ. ഒരാഴ്ച കൂടി കൺട്രോൾ ചെയ്യൂ. എനിക്ക് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയണം. ചടങ്ങുകൾ പൂർത്തിയായി. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ട് വെക്കടാ, ഭക്ഷണം തീർന്നു പോകും. ആള് കൂടുതലാണ്. ബിരിയാണി ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ജോജിക്കുട്ടി? ചേച്ചിയുടെ മനസ്സമ്മതത്തിനെങ്കിലും നിനക്ക് മര്യാദക്കിരുന്നു കൂടെ? താൻ പോടോ. കർത്താവേ, എന്ത് ദൈവഭയത്തോടു കൂടിയാണ് ആൻഡോ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛോ ഭക്ഷണം. ഓ വാടാ, തീർന്നു പോകും. അതെ, ഇത് എത്ര പവന്റെയാ? ഇതെന്തിനാ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ, ഞാൻ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി നമ്മുടെ കാറിന്റെ കാര്യം? ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി. സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ ക്യാഷ് അത് കല്യാണത്തിന് അന്ന് മതി. ചേട്ടായി എനിക്ക് അത്ര വിശ്വാസാ. അച്ചായൻ ടെൻഷൻ അടിക്കണ്ട അച്ചായ. കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ സ്വർണ്ണം ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ചേച്ചി പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് വേണന്റെ മടിയിരുന്ന് ഫോട്ടോ എടുക്കുന്നു. ചിരിക്കും. ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവൻ തൊട്ടവളങ്ങ് അലിഞ്ഞു പോകുമോ? ഇങ്ങനെ നാണിച്ചിരുന്ന എങ്ങനെയാ? ആ ചെക്കനെ ന്യൂജിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? അതെ, കുൽഫി ഇഷ്ടമാണോ? ബിരിയാണി ഉണ്ട്, എനിക്കിഷ്ട. വാങ്ങിച്ചേരാട്ടോ ഒരുപാട്. എടാ മൈക്കിളെ, നിന്റെ മദ്യപാനം കൂടുതലാണ്. നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞാൻ കരയൊന്ന് എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്. ഞാൻ ഇടയിലിരിക്കും. അച്ഛാ
അച്ഛൻ അടുത്ത ആഴ്ച സമയമുണ്ട് അച്ഛാ. എന്തിനാണ്? എനിക്ക് അച്ഛനടുത്ത് പേഴ്സണലായിട്ടൊന്ന് കുമ്പസരി. നീ ഒരുമാതിരി വെള്ളം ഒടിച്ചോണ്ട് കുമ്പസാരക്കൂടിന്റെ പരിസരത്ത് വന്നു പോകരുത്. അച്ഛൻ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയരുത്. പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി അപ്പൊ മുക്കറിയിടുവോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടാ. അപ്പൊ ശരി കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് കല്യാണത്തിന് കാണാം. പോട്ടെ. ആ മോളെ ഇവരിറങ്ങാം. പോടാ. ഓക്കെ ഒരു മിനിറ്റ്. ഇനി ഒരാഴ്ചയോടെ എടാ. ഫോൺ എടുക്കണേ ഞാൻ ഈടോ വിളിക്കും. പോയിട്ട് വരും. ചുമ്മാ എന്റെ അമ്മച്ചി, അമ്മച്ചി എന്ത് പറ്റി? എന്താ ആന്റി? അമ്മച്ചി എന്തിനാ കരയുന്നേ? അമ്മച്ചി, അച്ചായ, നമുക്ക് വഴിയുണ്ടാക്കാം. പപ്പ, പപ്പ, പപ്പ എന്ത് പറ്റി? അമ്മച്ചി കരയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? എന്താ അങ്കിൾ? പപ്പ പറ പ്ലീസ്, പറ പപ്പ പ്ലീസ് പറ. കർത്താവേ, ബ്രേക്ക് ഇല്ലേ? ആ കപ്പി ആ ഒരു ബ്രേക്ക് കഴിച്ചു കാണും. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സുഖം തന്നെയല്ലേ? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. അല്ല, സ്ഥിതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് അവിടെ ആകെ ഒരു ബഹളം? ആ ചാണ്ടിയെ കുറിച്ച് അച്ഛൻ എന്താ അഭിപ്രായം? ആ, അവൻ നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ? സിഗരറ്റ് വലിക്കില്ല, കുടിക്കില്ല, നല്ല വിദ്യാഭ്യാസം, സുന്ദരൻ, എല്ലാം കൊണ്ട് നമ്മുടെ അന്നമ്മക്ക് ചേർന്നൊരു പയ്യൻ ആണല്ലോ. അതെ. എന്നാലേ അവന് നല്ല മുങ്ങി. മുങ്ങിയോ? ആ, വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവനങ്ങ് മുങ്ങി. എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ. അവക്ക് താങ്ങാൻ പറ്റില്ല. ഓ, എനിക്ക് ഉറപ്പാ അവളിപ്പം പൊട്ടി പൊട്ടി കരയായിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. ചാണ്ടിക്ക് കളി കുറച്ച് കൂടുതലാ. എല്ലാരും ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ല മോളെ, അവൻ ശരിക്കും പോയി. എന്തെങ്കിലും അച്ഛൻ പറഞ്ഞൊരു മോഡൽ സംഭവിക്കും. വാച്ച പറഞ്ഞ പോലെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ചേട്ടായിയല്ലേ പറഞ്ഞ കത്തെഴുതി വെച്ചിട്ടാണ് പോയെന്ന്? ഒന്നും മിണ്ടാതിരിടാ
അച്ഛ ഉരുത്തം കെട്ടവൻ. അപ്പൻ നമ്പരായിരുന്നല്ലേ? എല്ലാരും പോയി തന്നാ മതി. മോളെ അപ്പച്ചൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, പപ്പ പറഞ്ഞത് കേട്ടതിനാ എനിക്ക് കിട്ടിയത്. ആൻഡോ ആ. മാറ്. മോളെ അന്നമ്മേ, ഇത് പോളച്ചനാണ് പറയുന്നത്. മകളെ, പിതാവിന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പാപമാണ്. അത് ദൈവം പൊറുക്കില്ല. നീ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. മകളെ, നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് കൂട്ടിപ്പൊളിക്കും. തുറക്കാനാണ് പറഞ്ഞത്. എന്നെ കൊണ്ട് അത് ചെയ്യരുതാ. അകത്ത് കയറി തന്നെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ആൻഡോ, രണ്ടു മക്കളെയും വളരെ ദൈവഭയത്തോടു കൂടിയാണ് വളർത്തിയിരിക്കുന്നത്. മോളെ നീ എന്തെങ്കിലും ഒന്ന് പറ. വേണമെങ്കിൽ അപ്പച്ചനെ ചീത്ത വിളിച്ചോ. എന്നാലും മിണ്ടാതിരിക്കല്ലോ പോലെ. അപ്പച്ചനെ പേടിയായിട്ടാ. എനിക്ക് അവളിന്റെ വല്ല അവ്യവവും കാണിക്കുവോ? ഞാൻ സംസാരിക്കാം. മോളെ അന്നമ്മ, അലമാരയുടെ മുകളില് എലിവിഷം വെച്ചിട്ടുണ്ട്. എന്റെ മോക്കതെടുത്ത് കുടിക്കാൻ തോന്നും, പക്ഷെ എന്റെ മോളെടുത്ത് കുടിക്കരുത്. നിന്നെ ജോർജ് എത്താനെ പറയണ. ഈശോ, ജോജി, എന്ത് പറ്റി മോനെ? ജോജി മോനെ. എടുക്ക് എടുക്ക്. എന്നെ നോക്കി നിൽക്കാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. എടുക്ക് മോനെ. ഒന്നുമില്ല ജോർജ്. അച്ഛനെന്തോ കുഴപ്പങ്ങൾ. ഒരു പോക്കളെയും വിളിക്കായിരുന്നു. നല്ല കനം. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്റെ ജോജിക്കുട്ടാ. ആളുകൾ പറഞ്ഞു ചേച്ചി സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ രക്ഷിക്കാൻ വന്നതാ. പക്ഷെ വിചാരിച്ച പോലെ വാതിൽ പൊളിഞ്ഞില്ല. കാലം ശരിയാവട്ടെ. ആ ചാണ്ടി തപ്പിപ്പിടിച്ച് അവനെ നട്ടൽ ഞാൻ തല്ലോടിക്കും. എന്റെ ജാക്കി ചാൻ തൽക്കാലം ഉറങ്ങാൻ നോക്ക്.